നമ്മളെ സ്ലറി ഇതാണ്ട് കുറേ എണ്ണത്തിന് ഞാൻ ഒഴിച്ചു. ഇത് ഒരിക്കൽ ഞാനിത് ഒഴിച്ചു, പിന്നെ വീണ്ടും ഇതിൽ കഞ്ഞിയുടെ വെള്ളം കൊണ്ട് ഒഴിക്കായിരുന്നു. ഇതാണ്ടില്ല, ഇതാ ഇപ്പോൾ പാകമായത് ഉണ്ടായി. നല്ല ഇത് നല്ല ഇളകി വരും. ചീന്തോറും നല്ല വളമായി. ഇതാണ്ടില്ലേ, ഇതെല്ലാം ഇപ്പോൾ ഊറ്റിയെടുത്തിട്ട് നേർപ്പിച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നിങ്ങൾക്ക് കാണാത്തവർക്കായിട്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തന്നാണ്. ഉണ്ടല്ലേ, കാണാനൊന്നുമില്ലെങ്കിലും ഇത് ഒന്ന് എത്തിച്ചാറുണ്ടല്ലോ. ഇങ്ങനെ നിർത്തിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. വെള്ളത്തിൽ ചേർത്താലൊന്നുമില്ല, നല്ലോണം വെള്ളം ചേർത്താലൊന്നുമില്ല. ഏതായാലും വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ, ആഴ്ചക്ക് ഒരു 2 പ്രാവശ്യം ഇത് ഒഴിച്ചു കൊടുത്താൽ ചെടിയോ പച്ചക്കറിയോ ഏതായാലും മതി. നല്ല ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കുക. പിന്നെ വേറൊരു വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. ആണല്ലേ, എല്ലാം ഒഴിച്ചങ്ങ് കൊടുക്കുക. അപ്പം പന്നീർ കാണുമ്പോൾ നമുക്ക് ഉണങ്ങിപ്പോയി. എല്ലാം ഒഴിച്ചു കൊടുക്കുക. ഉണ്ടല്ലേ, ഇല നമുക്ക് ഏത് ഇലയായാലും മതി. നമുക്ക് എന്തായാലും ഒരു ഇല ഉണ്ടാവുമല്ലോ നമ്മളെ വളപ്പിൽ. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പുല്ലെല്ലാം പറിച്ചിട്ടാലും മതി. പച്ചപ്പുല്ലുണ്ടല്ലോ, പച്ചപ്പുല്ലും കാടും അതെല്ലാം പറിച്ചിട്ടിട്ട് അതിൽ നിറച്ച് വെച്ചാൽ മതി. അവിടെ ചീഞ്ഞോളും. എന്താ കഞ്ഞിയുടെ വെള്ളം ദിവസം ഉണ്ടാവുമല്ലോ. അതിലിടക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞിയൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ തന്നെ ഒഴിച്ചാൽ മതി. അത് നല്ല വളമായി. ഒന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേ വേണ്ട. നമുക്ക് അന്നു വേണ്ടുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പഴമെല്ലാം തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ തോലെല്ലാം ഉണ്ടല്ലോ, അതുപോലെ ഇതിൽ ഒന്ന് അടിച്ചിട്ട് അതിൽ കലക്കിയാൽ മതി. അതുപോലെ നല്ല വളമായി. കണ്ടില്ലേ, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു പൂന്തോട്ടം, പന്നീർ മാത്രമായിട്ടില്ല പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന്. പക്ഷെ എനിക്ക് ഏതായാലും ഇപ്പോൾ സന്തോഷമായി, ഇത്രയെങ്കിലും കണ്ടുവല്ല. നല്ല പന്നീരുണ്ടായിനിടാ, അതൊന്നും നോക്കാൻ പറ്റാണ്ട് അത് പോയിട്ടു. ഇനി ഇവിടുന്ന് കൊണ്ട് നടാ. ചുവപ്പ് കളറുള്ളത് വലിയ പന്നീര്. ഞാനിതിന് ഒഴിച്ചു കൊടുക്കുക. അതിനും കൂടെ ഇതാവുന്നതോറും നോക്കി നല്ല അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനിയത്തെ നിങ്ങൾ കണ്ടോ, ഇത് വരും ഇതിൻ്റെ വരവ്. മഴ വന്നാൽ ഇതെല്ലാം പോവും. മഴയത്ത് ചെടിക്ക് അങ്ങനെ പൂവെല്ലാം ഇങ്ങനെ വാടിപ്പോവും മഴ വന്നാൽ. ഇതിനെ മുറിച്ച് നല്ലോണം നടാന്. പണിയെടുക്കുക കണ്ടോടാ. നമ്മൾ ഈ മഞ്ഞൾ നല്ല ഇത് വെച്ച് കൊടുക്കുക. ഇഞ്ചി ഉണ്ട് അതിന് വെച്ച് കൊടുക്കുക. ഒഴിക്കാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇടാ നമുക്ക് ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ട്, അതിനേക്കാൾ ഗുണമാണ്. ഞാൻ പക്ഷേ ഇതൊന്ന് നോക്കാൻ വെച്ചാക്കിയതേ ഇല്ലു. നമുക്ക് ഇപ്പോൾ ഒരു കോരി എടുക്കണം. അത് ഇഷ്ടംപോലെ ഉണ്ട്, നിറയെ ഉണ്ട് ബയോഗ്യാസിൻ്റെ. അത് ഈ കഞ്ഞിവെള്ളമെല്ലാം കൊണ്ട് അതിലൊഴിക്കും. പശുവൊന്നും ഇല്ലാതുകൊണ്ട് ഈ അടുക്കള വേസ്റ്റെല്ലാം അതിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ നല്ല സ്ലറിയായിട്ട് കിട്ടിയല്ല. അപ്പോൾ അതേ വേണ്ടു നമുക്ക്. ഈ വളത്തിൽ എല്ലാറ്റിനും കോരി വയ്ക്കാം. പക്ഷെ കോരി വയ്ക്കണമെന്നേ ഇല്ല. അല്ലേ, നമ്മുടെ സയൻസ് ചീര എന്ന് പറഞ്ഞില്ലേ, എന്താ ഇതാണിത് സാധനം. കാണാത്തവർക്കാണേ, ഇത് കാണാത്തവർ കുറേ ഉണ്ട്. ഞാൻ 2 വട്ടം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. ഇതിന് പലതരം പേരുണ്ട് ഇതിന്. സയൻസ് ചീര, ചുക്രുവാനീസ് ഉണ്ട്, എന്തെല്ലോ വേലിച്ചീര. ഓരോ നാട്ടിലും ഓരോരോ പേരല്ലേ. ഇതാണ് സാധനം. ഇതാ ഉണ്ടല്ലേ, ഇനിയാണ് സയൻസ് ചീര എന്ന് നമ്മ പറയൂടെ. ഉണ്ടല്ലേ, നല്ല രുചിയാണിത്, നമുക്കെല്ലാം ഇഷ്ടമാണ്. നിറയെ ഉണ്ട് ഇടാ. ഞാൻ പെട്ടെന്ന് വേഗം പറിച്ചുകൊണ്ടിരുമ്പോൾ തോരനാക്കുക. കണ്ടല്ലേ, ഇതിനെല്ലാം ഒഴിക്കാൻ കുറേശ്ശെ തടാക്കിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഇതിന് ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം ഉണക്കിപ്പോയി ഉണ്ട്. ഇതാ ആ ജീവി വന്നിരുന്നിട്ട് ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ അത് പോയി. കണ്ടില്ലേ, എത്ര പാങ്ങിൽ ഉണങ്ങിയതാണ്ടില്ലേ. ആ കറുത്ത സാധനം ഞാനൊന്ന് ഇട്ടതാണ് വീഡിയോയിൽ. തുമ്പീനെ കണക്കത്തൊരു സാധനം ഇതിന് പറ്റിയിട്ട് അതിരുന്നാൽ ഉണങ്ങി ഉറപ്പാണ്. പിന്നെ അത് മേലോട്ട് വരില്ല. ഇനിയിപ്പോൾ നല്ല തയ്യാക്കിയിട്ട് വേറെ നടാം എന്നല്ലേ.
നമ്മുടെ ചാക്കിനാട്ട ചേമ്പൽ ഞാൻ ആദ്യം മണ്ണെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഴ കുറഞ്ഞിട്ടെല്ലാം പൊരിച്ച് നോക്കാം. ഒരു അത്ഭുതം കാണിച്ചു തരാം. ഈ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത എന്താ ഉണ്ടാ മാവ് പൂത്തതുണ്ടാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നിട. ഒരു കൊമ്പിനേ ഇല്ലൂതാ. ഇന്നെല്ലാം മറ്റേത് പടന്നിട്ടുണ്ട് കണ്ടില്ലേ, കുണ്ടുയെങ്ങിൻ്റെതും. കുറേ സൈസ് ഞാൻ കണ്ടിട്ട് തന്നെയും ഉണ്ട് തകിടും. തായാലൊരു കൊല പൂക്കുന്നുണ്ട് കണ്ടില്ലേ. ഇതാ നിൽക്കുന്നില്ല, കരിഞ്ഞ് പോകുമായിരിക്കും. എന്നാലും പൂത്തില്ലേ, വേറെ ഏടിയില്ല. ഇതിൻ്റെ മുകളിലെല്ലാം വാള വരെ ഉണ്ട് പടന്നിട്ട്. വാള വരെ അതിൻ്റെ മുകളിൽ കുറച്ച് വൈകിയില്ലേ, കാണൂല. നിറയെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ ഉണ്ട് അങ്ങെത്തി മേലെ കുറേ മൂത്തിട്ടുണ്ട് കാണാതെ. എല്ലാം വിത്താവട്ടെ, എല്ലാവരും കൊടുക്കാം നമുക്ക്. അതിനുള്ളിലെല്ലാം ഉണ്ട് കണ്ടില്ലേ. എല്ലാം എടുക്കാനൊന്നും മൂത്ത് പോയിട്ടില്ല. വാ വാ വാ, ഇങ്ങ് വാ, ഞാൻ പോലെ വാ. ഒരു വഴുതിന ഉണ്ടോ കഴിഞ്ഞ കാലത്തെ ഇടയാക്കി ഇതിനെ പിടിച്ചതുണ്ട് ഉണങ്ങിയത്. ഇത്ര കിട്ടിയത് നാളെ പറിക്കാം. അതല്ലേ ഒരുപാടുണ്ട് പറിക്കാൻ. താഴ്ന്നൊന്നും കിട്ടുന്നില്ല. പിന്നെല്ലാം ഒഴിച്ചു, രണ്ടാമത് ഒഴിച്ചു കൊടുത്തു. പിന്നെല്ലാം അന്നേരക്ക് ഒഴിച്ചു, ഇന്നാദ്യം ഒഴിച്ചു കൊടുത്തു. ഇനി കറിവേപ്പിന് നാരക കൊണ്ടാട് അതിനെല്ലാം ഒഴിച്ചു. അല്ലേ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടെ.